പത്തേമാരി പ്രവാസി ജീവിതത്തിന്റെ നേർക്കാഴ്ച. എന്തു നേടിയാലും അനുഭവിക്കാൻ കഴിയാതെ പോകുന്ന പ്രവാസി ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ് സലീം അഹമ്മദിന്റെ പത്തേമാരി. ആദാമിന്റെ മകൻ അബു, കുഞ്ഞനന്തന്റെ കട എന്നീ ചിത്രങ്ങളിലൂടെ സലീം അഹമ്മദ് എന്ന സംവിധായകൻ മലയാളി പ്രേക്ഷകർക്ക് നൽകിയ പ്രതീക്ഷ പത്തേമാരിയിലും നിലനിർത്തുന്നു. 50 വർഷങ്ങൾ പിന്നിട്ട മലയാളി പ്രവാസി ജീവിതത്തിന്റെ ഏടുകൾ പള്ളിക്കൽ നാരായണൻ എന്ന കഥാപാത്രത്തിന്റെ ജീവിതത്തിലൂടെ 4 ഘട്ടങ്ങളിലായി സലീം അഹമ്മദ് അവതരിപ്പിക്കുന്നു. പള്ളിക്കൽ നാരായണൻ എന്ന കേന്ദ്ര കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്നത്. 1980 മുതൽ 2005 വരെയുള്ള പള്ളിക്കൽ നാരായണന്റെ 4 ഗെറ്റപ്പിലാണ് മമ്മൂട്ടി എത്തുന്നത്. 100% പ്രവാസത്തിന്റെ കഥയാണ് പത്തേമാരി. രാഘവനും വേണുവിനും ശേഷം മമ്മൂട്ടി വീണ്ടും പ്രേക്ഷകനെ കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുകയാണ് പള്ളിക്കൽ നാരായണൻ എന്ന കഥാപാത്രത്തിലൂടെ. പള്ളിക്കൽ നാരായണന്റെ ഭാര്യയായെത്തിയ ജുവൽ മേരി ആ കഥാപാത്രത്തിന് എന്തുകൊണ്ടും യോജിച്ച നായികയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ജുവലിന്റെ ആദ്യം റിലീസ് ചെയ്ത ചിത്രം ഉട്ടോപ്പിയയിലെ രാജാവാണെങ്കിലും നടി ആദ്യം അഭിനയിച്ച ചിത്രം പത്തേമാരിയാണ്. സിദ്ദിഖിന്റെ മകൻ ഷഹീനിന്റെ ഡീസന്റ് അരങ്ങേറ്റം. നാരായണന്റെയും നള്ളിയുടെയും മകനായിട്ടാണ് സാഹിൻ എത്തുന്നത്. സലിം കുമാർ, ശ്രീനിവാസൻ, സിദ്ദിഖ്, ബാലചന്ദ്രമേനോൻ, ജോയ് മാത്യു, യവനിക ഗോപാലകൃഷ്ണൻ, സാജു നവോദയ, അനു ജോസഫ്, ശ്രുതി ലക്ഷ്മി തുടങ്ങിയ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളും അവരവരുടെ വേഷത്തോട് നീതി പുലർത്തി. 100% പ്രവാസത്തിന്റെ കഥയാണ് പത്തേമാരി. രാഘവനും വേണുവിനും ശേഷം വീണ്ടും മമ്മൂട്ടി പ്രേക്ഷകനെ കരയിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുകയാണ് പള്ളിക്കൽ നാരായണൻ എന്ന കഥാപാത്രത്തിലൂടെ. നാരായണന്റെ വളരെ അടുത്ത സുഹൃത്തായ മൊയ്തീനായിട്ടാണ് ശ്രീനിവാസൻ എത്തുന്നത്. നാരായണന്റെ ജീവിതത്തിലെ എല്ലാ മുഹൂർത്തങ്ങൾക്കും സാക്ഷിയാണ് മൊയ്തീൻ. വേലായുധൻ എന്ന കഥാപാത്രമായെത്തി സിദ്ദിഖ് വീണ്ടും പ്രേക്ഷകരെ ഞെട്ടിച്ചു. മധു അമ്പാട്ടാണ് ചിത്രത്തിലെ ഛായാഗ്രഹണം നിർവഹിച്ചത്. അക്കാലത്തെ ഗൾഫ് നാടുകളിലെ വേദനയും കേരളത്തിലിരിക്കുന്ന കുടുംബത്തിന്റെ പ്രതീക്ഷയും അതേ തീക്ഷ്ണതയോടെ സ്ക്രീനിൽ എത്തിക്കാൻ മധുവിന്റെ ഛായാഗ്രഹണ മികവിന് സാധിച്ചു. റസൂൽ പുക്കുറ്റിയുടേതാണ് സൗണ്ട് ഡിസൈനിങ്. സമീറ സനീഷിന്റെ കോസ്റ്റ്യൂം ഡിസൈനിങ്ങും മികച്ചു നിൽക്കുന്നു. ദേശീയ പുരസ്കാര ജേതാവ് വിജിപാലിന്റെ പാട്ടും പശ്ചാത്തല സംഗീതവും സന്ദർഭോചിതമായത് ആസ്വാദന മികവ് കൂട്ടി. ആദ്യമായിട്ടാണ് വിജിപാലും സലീം അഹമ്മദും കൈകോർക്കുന്നത്. പക്ഷേ മമ്മൂട്ടിക്കൊപ്പം ഒത്തിരി ചിത്രങ്ങളിൽ വിജിപാൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സലീം അഹമ്മദ് തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയതും. ആദാമിന്റെ മകൻ അബുവിലൂടെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട സംവിധായകൻ ഇത് 2ാം തവണയാണ് മമ്മൂട്ടിക്കൊപ്പം കൈകോർക്കുന്നത്.